വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ക്ഷീരവികസന വകുപ്പിന്റെ 24-25 ജില്ലാ ക്ഷീര സംഗമം ഈ മാസം 17-18 തീയതികൾ തിരുവല്ലത്ത് വെച്ച് നടക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള മറ്റ് ഡീറ്റെയിൽ വിവരങ്ങൾ ഇതിന്റെ കൺവീനർ, ഇവിടുത്തെ തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ വിശദീകരിക്കും. എല്ലാവർക്കും നമസ്കാരം. ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ക്ഷീരസംഘങ്ങളുടെയും ഒരു അഭിമുഖത്തിലാണ് ഇത്തരം പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് കേരള ഫീഡ്സ്, മേഖലാ യൂണിയനുകൾ, പിന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, പിന്നെ നമ്മളെ 359 ഫംഗ്ഷനിങ് നമ്മുടെ ക്ഷീരസംഘങ്ങളും. ഇത്ര പരിപാടികളിൽ ഈ ഡിസംബർ 17-18 തീയതി നടത്തുന്ന ഈ പരിപാടിയിൽ രണ്ടാം ദിവസം 18 തീയതി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രി ശ്രീ JR അനിൽ അവരുടെ മുഖ്യപ്രഭാഷണം നമ്മുടെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചെഞ്ചിറാണി അവർ ഉദ്ഘാടനം നടത്തുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ ഇത്തരം പരിപാടികളിലൂടെ നമ്മുടെ ക്ഷീരമേഖലയിലെ സാധ്യതകൾ, ക്ഷീരകർഷകർ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ക്ഷീരകർഷകരുടെ ഒരു കൂട്ടായ്മയും, അതുമാത്രമല്ല പാലുൽപ്പന്നങ്ങളുടെ വിതരണം സംബന്ധിച്ച് ഒരു സെമിനാറുകളും നമ്മളെ ഒപ്പം നിൽക്കുന്ന വിവിധ വ്യാപാര മേഖലയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ എക്സിബിഷനുകൾ, അതുമാത്രമല്ല നവസംരംഭകരെ ഇതിലേക്ക് ആകർഷിക്കാനും കൂടെയാണ് ഇത്തരം പ്രോഗ്രാം ക്ഷീരവികസന വകുപ്പ് നടത്തുന്നത്. നമ്മുടെ പാലുൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത്തരം പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിലേക്ക് എല്ലാവരെയും ഈ ഡിസംബർ 17-18 തിരുവല്ലം ജാനകി ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ ഞാൻ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പേര് നിഷ സലീം. ഈ വർഷത്തെ ക്ഷീരകർഷക സംഗമം തിരുവല്ലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ജാനകി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ ദിവസം ക്ഷീരസംഘം ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമുള്ള ശില്പശാലയോടുകൂടി തുടങ്ങി കന്നുകാലി പ്രദർശനം, എക്സിബിഷനുകൾ, കലാപരിപാടികൾ, വിപുലമായ പരിപാടികൾ. 2ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ചിഞ്ചിറാണി അവർ പ്രസ്തുത പരിപാടിയും അതോടൊപ്പം തന്നെ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസിന്റെ ഉദ്ഘാടനം ഈ ചടങ്ങിന്റെ കൂടെ നിർവഹിക്കപ്പെടുകയാണ്. ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും 18 തീയതി ഈ പ്രോഗ്രാമിനൊപ്പം നടത്തപ്പെടുന്നു. ഏകദേശം 2000-ഓളം കർഷകർ 2 ദിവസങ്ങളിലായി കർഷകരും സഹകാരികളും എല്ലാവരും പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായ എക്സിബിഷനുകൾ ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മേഖലയിൽ കർഷകർക്കും സംഘങ്ങൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷീരകർഷക സംഗമം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വിജ്ഞാപന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ എക്സ്റ്റൻഷൻ വർക്കുകളുടെ ഒരു ഭാഗം കൂടിയാണിത്. ഇത് എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി മാധ്യമ സുഹൃത്തുക്കളുടെ പൂർണ്ണ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഈ 2 ദിവസത്തെ പ്രോഗ്രാമിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തെങ്കിലും വിശദീകരണം?
ഇപ്പൊ ഇല്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.